മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു, കടൽ ഇളക്കിയത് ആരാണ്? ഈ കടൽ ഇളക്കിയത് പിശാചാണ്. കടൽ അടക്കിയതാണ് ഈശോ. കാരണം ഈശോ പൈശാചിക ബാധയുണ്ടായിരുന്ന ഒരു ദേശത്തേക്ക് പോവുകയാണ്, ഗരസേനരുടെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു സംഗതി, മനുഷ്യൻ പണി തുടങ്ങുന്നതിന് മുമ്പേ പിശാച് പണി തുടങ്ങും. നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ അവൻ പ്ലാൻ ചെയ്ത് തുടങ്ങും. ഇത് ഏതെങ്കിലും വിധത്തിൽ പിശാചിനെ മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടി പറയുന്നതല്ല, മറിച്ച് അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നാം അറിവുള്ളവരായിരിക്കണം. ഒരു രാജ്യത്തിൻ്റെ ശക്തി അവിടുത്തെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ ശക്തിയാണ്. ഇസ്രായേൽ എന്ന രാജ്യം വളരെ ശക്തമായ ഒരു രാജ്യമാണെന്ന് ലോകം വിലയിരുത്തുന്നതിൻ്റെ കാരണം മൊസാദ് പോലെയുള്ള ഒരു രഹസ്യാന്വേഷണ ഏജൻസി ഇസ്രായേലിൽ കൊണ്ടാണ്. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ്. അത് എത്രമാത്രം ശക്തമാണ്, അതാണ് ഒരു രാജ്യത്തിൻ്റെ ശക്തി. ശത്രുവിൻ്റെ ആക്രമണം വന്നതിന് ശേഷം തടുക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ശത്രു ആക്രമിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അവനെ പ്രതിരോധിക്കുന്നത്. അതാണ് വ്യത്യാസം. അപ്പോൾ ശത്രു വന്നതിന് ശേഷം, ആക്രമണം തുടങ്ങിയതിന് ശേഷം നമ്മൾ പ്രതിരോധിക്കാൻ തുടങ്ങുന്നതിനേക്കാൾ നല്ലതാണ് ശത്രുവിൻ്റെ നീക്കങ്ങളെ മുൻകൂട്ടി അറിയുന്നത്. അപ്പോൾ ദൈവവചനം എപ്പോഴും പിശാചിനെ സംബന്ധിക്കുന്ന അറിവുകൾ വചനത്തിലൂടെ തരുന്നത് പിശാച് വലിയ ശക്തിമാനാണ് എന്ന് മഹത്വവൽക്കരിക്കാനല്ല, മറിച്ച് പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. കാരണം പിശാച് നമ്മളെ കബളിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നാം അറിവുള്ളവരാണല്ലോ, അവൻ്റെ തന്ത്രങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊണ്ടാണ്, നമ്മൾ തിരിച്ചറിയേണ്ടത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. മനുഷ്യൻ തുടങ്ങുന്നതിന് മുമ്പേ പിശാച് തുടങ്ങും. അപ്പോൾ കണ്ടോ, ഈശോ ഗരസേനരുടെ നാട്ടിലെത്തുന്നതിന് മുമ്പേ ഈശോയുടെ യാത്രയെ തടയാൻ പിശാച് ഒരു പദ്ധതി ഇടുകയാണ്. അതാണ് ആ കടൽ ക്ഷോഭിച്ചത്. ഈ 3 സുവിശേഷങ്ങളിലും ഈ കടൽ ക്ഷോഭത്തിന് ശേഷമാണ് ഈ പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നത്. ഗരസേനരുടെ നാട്ടിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പാണ്. മത്തായിലും മർക്കോസിലും ലൂക്കോസിലും പിശാച് ബാധ ഉള്ള ആളെ സുഖപ്പെടുത്തുന്ന ഭാഗത്തിന് തൊട്ട് മുമ്പാണ് ഈ കടലിനെ ശാന്തമാക്കുന്ന സംഭവം. അപ്പോൾ അതാണ് അത് തമ്മിലുള്ള ബന്ധം.